നമസ്കാരം. എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. പലപ്പോഴും സ്ത്രീ പങ്കാളിക്ക് രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയോ അതല്ല എങ്കിൽ ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാവുകയോ ചെയ്യപ്പെടാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ലൈംഗികപരമായി പങ്കാളിയെ രതിമൂർച്ചയിൽ എത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന് മുമ്പ് തന്നെ അവർക്ക് ലൈംഗികപരമായിട്ട് ഉത്തേജനം നൽകേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് പലപ്പോഴും ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ആദ്യം സ്വന്തം ശരീരത്തെ എങ്ങനെയാണ് ലൈംഗികപരമായിട്ട് ഉത്തേജിപ്പിക്കേണ്ടത് എന്നറിയാത്തതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ആദ്യം സ്വയം മനസ്സിലാക്കുക, സ്വന്തം ശരീരത്തെ മനസ്സിലാക്കുക, സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് രതി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഉത്തേജനത്തിൽ എത്താം എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് പ്രധാനം. പങ്കാളികൾക്ക് ഇരുവർക്കും ലൈംഗികപരമായിട്ട് ഉത്തേജനം കിട്ടുന്നില്ല, അതല്ല എങ്കിൽ ഒരു സംതൃപ്തി ലൈംഗിക ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പങ്കാളികൾക്ക് ഇരുവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും ഇപ്പം സ്ത്രീ പങ്കാളിക്കോ അല്ലെങ്കിൽ പുരുഷ പങ്കാളിക്കോ ലൈംഗികപരമായിട്ട് ഒരു സംതൃപ്തി കിട്ടുന്നില്ല എങ്കിലും നമുക്ക് അവരുടെ ശരീരത്തിലെ രതി കേന്ദ്രങ്ങളെ മനസ്സിലാക്കുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ സ്വയം ലൈംഗികപരമായി മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി വരുന്നത് സ്വയംഭോഗം തന്നെയാണ്. അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പരസ്പരം ഭാര്യയും ഭർത്താവും സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്വയംഭോഗത്തിലൂടെ ലൈംഗിക ആസ്വാദനം മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് സംയോജിതമായിട്ട്, അതല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് സ്വയംഭോഗം ചെയ്യുന്ന ആ രീതി പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സ്വന്തം ശരീരത്തിൽ ഏത് രീതിയിലാണ് ഉത്തേജിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്വന്തം രതി കേന്ദ്രങ്ങളെയും സ്വയം ലൈംഗിക ആസ്വാദനം തേടുന്നതിനും സ്വയംഭോഗം ഒരുപാട് സഹായിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായിട്ട് ഫോർപ്ലേ ചെയ്യുന്ന ആ ഒരു സമയത്ത് സംയോജിതമായിട്ടുള്ള സ്വയംഭോഗം പങ്കാളികൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഉത്തേജനം രണ്ടുപേർക്കും ഉണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിൽ സ്വയം നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാം, അതല്ല എങ്കിൽ പങ്കാളിയോട് നിങ്ങളുടെ രതി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഉത്തേജനം ഉണ്ടാവുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് പരസ്പരം ഉത്തേജനം നൽകുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ജീവിതം സാധ്യമാകുന്നതാണ്. അപ്പോൾ ലൈംഗികപരമായിട്ട് ഇത്തരത്തിൽ ഉത്തേജനം നേടിയതിനു ശേഷം ലിംഗയോനി സംയോജനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക ആസ്വാദനം വർദ്ധിക്കുകയും പങ്കാളികൾക്കിടയിലുള്ള ആ ഒരു ലൈംഗിക അടുപ്പം കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ലൈംഗികതയോടൊരു പേടി ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കുന്നതിനും ലൈംഗികതയോട് തന്നെ ഒരു താല്പര്യം ഉണ്ടാവുന്നതിനും ലൈംഗികതയിൽ പുതിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് പങ്കാളിയോട് തുറന്ന് സംസാരിക്കുന്നതിനും അതേപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ഗർഭധാരണം തടയുന്നതിനെല്ലാം തന്നെ ഈ രീതി സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണ് സ്വയംഭോഗം ചെയ്യുന്നതെങ്കിൽ പങ്കാളി അറിയാണ്ട് ഞാൻ സ്വയംഭോഗം ചെയ്തല്ലോ അങ്ങനെയുള്ള ഒരു കുറ്റബോധം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയംഭോഗത്തിന് ഒരു അടിമയാകും അല്ലെങ്കിൽ ഇതിനൊരു ശീലമായി പോകും അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും സ്വയംഭോഗം ചെയ്ത ആ ഒരു ഉത്തേജനത്തിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിംഗയോനി സംയോജനം അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു സ്വയംഭോഗം ചെയ്തു എന്നതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സംയോജിതമായിട്ട് അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സ്വയംഭോഗം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.